ഗണിതമിത്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഗണിതമിത്രം ചാനലിൽ ഗണിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഗണിത ക്ലാസ്സുകൾ, ഗണിതത്തിലെ പഠനോപകരണ നിർമ്മാണങ്ങൾ, അതേപോലെ തന്നെ ജോമെട്രിക്കൽ ചാർട്ടുകൾ വരക്കുന്ന വിധം, അതേപോലെ ഗണിതവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ, വർക്ക് എക്സ്പീരിയൻസ്, അതിലെ ഇനങ്ങൾ തയ്യാറാക്കുന്ന വിധം എന്നിവയാണ് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത് വർക്ക് എക്സ്പീരിയൻസിലെ ഒരു ഇനമായ ത്രെഡ് പാറ്റേൺ അഥവാ വിവിധ തരം നൂലുകൾ ഉപയോഗിച്ച് പാറ്റേൺ തയ്യാറാക്കൽ. അപ്പോൾ ആദ്യം അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. ഈ പാറ്റേൺ തയ്യാറാക്കുമ്പോൾ നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഒന്ന് ഒരു ബോർഡ് പലക വേണം. അത് മരത്തിൻ്റെ പലകയോ അല്ലെങ്കിൽ പ്ലൈവുഡോ മറ്റോ നമുക്ക് എടുക്കാം. തെർമോക്കോൾ മുതലായവ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ അത് നമുക്ക് കവർ ചെയ്യണം. അതല്ലെങ്കിൽ പെയിൻ്റ് അടിക്കുക, ഒന്നൊക്കെ തുണികൾ അല്ലെങ്കിൽ പേപ്പറുകൾ ഉപയോഗിച്ച് ഒട്ടിച്ച് ശരിയാക്കാം. അതല്ലെങ്കിൽ നമുക്ക് പെയിൻ്റ് അടിച്ചുകൊണ്ട് അതിൻ്റെ പ്രതലം ശരിയാക്കിയെടുക്കാം. അതിന് നിശ്ചിത വലുപ്പമുണ്ട്. ആ പലകയുടെ വലുപ്പം 40 സെൻറ്റിമീറ്റർ നീളവും വീതിയുമുള്ള ഒരു പലകയായിരിക്കണം. 40 സെൻറ്റിമീറ്റർ. ഓക്കെ. പിന്നെ നമുക്ക് ആവശ്യം ആണി. നമുക്ക് ഏത് രീതിയിലുള്ള ആണികൾ ഉപയോഗിക്കാം. കഴിയുന്നതും ഒരു 3/4 ഇഞ്ച് ആണിയാണെങ്കിൽ നമുക്ക് ആണി അടിക്കാൻ സൗകര്യമാണ്. അപ്പം 3/4 ഇഞ്ച് വലുപ്പത്തിലുള്ള ആണിയാണ് ഉപയോഗിക്കാൻ നല്ലത്. നിർബന്ധമല്ല. ഓക്കെ. പിന്നെ നമുക്കത് മേടാൻ ആമർ വേണം. അതേപോലെ തന്നെ നമുക്ക് ചിത്രം വരയ്ക്കാൻ പേപ്പർ വേണം. ആ പേപ്പർ ഓൺ ദ സ്പോട്ടിൽ അവിടുന്ന് അവർ ഒപ്പിട്ട പേപ്പർ തരും എന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ നമ്മളെ കയ്യിൽ അത് കരുതിയാൽ മതി. നമുക്ക് ഈ പേപ്പർ ഒട്ടിച്ചു കൊണ്ടുപോകാം. അല്ലെങ്കിൽ ശീലായാലും പേപ്പറായാലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒട്ടിച്ച് കൊണ്ടുപോകാൻ പറ്റും. രണ്ടാമത്തേത് ചിത്രം വരക്കുന്നത് അത് അവിടെ വെച്ച് തന്നെ ആയിരിക്കണം. മുമ്പ് കാലങ്ങളിൽ വരച്ചു കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് അവിടെ വെച്ച് തന്നെ നമ്മൾ ചിത്രം വരക്കണം. അവർ തരുന്ന പേപ്പറിൽ വരക്കണം. അവർ പേപ്പർ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ പേപ്പർ കൊണ്ടുപോകുന്നതും നന്നായിരിക്കും. അപ്പോൾ നമുക്ക് നൂല് ഏതും ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞത്. എങ്കിലും നമുക്ക് കുറച്ചും കൂടി അട്രാക്ഷനായിട്ടുള്ള നൂലുകൾ, മെഷീൻ നൂല് അല്ല സാധാരണ ഉപയോഗിക്കുന്നത്. ഓക്കെ. അത് നമുക്കിനി ആ ത്രെഡ് പാറ്റേൺ ഉണ്ടാക്കുമ്പോൾ മനസ്സിലാക്കാം. പിന്നെ LP ക്ലാസ്സുകളിൽ 3 എണ്ണം ഉണ്ടാക്കിയാൽ മതി. മാക്സിമം പരമാവധി 3 എണ്ണം ഉണ്ടാക്കിയാൽ മതി. UP ക്ലാസ്സുകളിലാണെങ്കിൽ അത് പരമാവധി 4 എണ്ണം ഉണ്ടാക്കിയാൽ മതി. അതുപോലെ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ, ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലൊക്കെ പരമാവധി 6 എണ്ണം. ഈ പറഞ്ഞതിൽ കൂടുതൽ ഉണ്ടാക്കാൻ പാടില്ല. ഉണ്ടാക്കുന്നത് കംപ്ലീറ്റ് ആയിരിക്കണം. ഒരു ബോർഡ് പകുതി ഉണ്ടാക്കി വെച്ചതുകൊണ്ട് കാര്യമില്ല. ഓക്കെ. അപ്പം ഇനി നമുക്ക് നിർമ്മാണത്തിലേക്ക് കടക്കാം. നമ്മളിവിടെ പലകയിൽ കറുത്ത ശീല ഒട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പേപ്പറിൽ പാറ്റേൺ വരക്കാം. അതിനുവേണ്ടി 40x40 അളവുള്ള പലകയുടെ അതേ വലുപ്പമുള്ള ഒരു പേപ്പർ എടുത്ത് അതിൽ ഞാൻ ഒരു സമചതുരം വരച്ച് വെച്ചിട്ടുണ്ട്. അത് 36 നീളം എടുത്തിട്ടുള്ളത്. 36. ഇനി നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് 36 സെൻറ്റിമീറ്ററിൻ്റെ പകുതി 18 ബിന്ദു അടയാളപ്പെടുത്തി
തുടർന്ന് ഓരോ സെൻറ്റിമീറ്ററിലും ഇരുവശത്തേക്കും 7 ബിന്ദുക്കൾ വീതം അടയാളപ്പെടുത്തുക. അതേപോലെ 18 കഴിഞ്ഞ് 19, 20, 21, 22, 23, 24, 25. അപ്പോൾ ഇവിടെ ആകെ 15 ബിന്ദുക്കളായി. ഇതേപോലെ ഓരോ ഭാഗത്തിൻ്റെയും നടുക്കായിട്ട് 15 ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. ഇവിടെയാണെങ്കിൽ 36ൻ്റെ പകുതി 18 അടയാളപ്പെടുത്തി, പിന്നെ 19, 20, 21, 22, 23, 24, 25. തിരിച്ചിങ്ങോട്ട് 17, 16, 15, 14, 13, 12, 11. ഇങ്ങനെ 4 ഭാഗത്തും അടയാളപ്പെടുത്തുക. ഇനി അടുത്തതായിട്ട് കോണോട് കോൺ സ്കെയില് വെച്ച് അതിൻ്റെയും മധ്യബിന്ദു അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇരുവശത്തേക്കും 7 ബിന്ദുക്കൾ കൂടി അടയാളപ്പെടുത്തുക. ആകെ 15 ബിന്ദുക്കൾ. അതേപോലെ ഈ ഭാഗത്തേക്കും 7 ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. അപ്പോൾ 4 ഭാഗത്തും 15 ബിന്ദുക്കൾ വീതം അടയാളപ്പെടുത്തി, ഒരു കോണോട് കോണും 15 ബിന്ദുക്കൾ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഈ ബിന്ദുക്കളിലൊക്കെ ആണി അടിക്കണം. ഞാനിവിടെ 3/4 ഇഞ്ച് ആണിയാണ് ഉപയോഗിക്കുന്നത്. ഈ ഓരോ ബിന്ദുക്കളിലും ആണി അടിക്കും. ഈ പാറ്റേൺ നിർമ്മിക്കുന്നതിന് 2 കളറ് നൂലാണ് ആവശ്യമായിട്ടുള്ളത്. അതിൽ ആദ്യം ഒരു കളർ നൂലെടുത്ത് ഇവിടെ അടിച്ചിട്ടുള്ള ഈ ആണികൾ ഏതെങ്കിലും ഒരു എൻഡിലുള്ള തലക്കുള്ള ആണിയിലേക്ക് നൂല് കെട്ടാവുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് ഈ ഭാഗത്തേക്കാണ് നൂല് ചുറ്റുന്നതെങ്കിൽ ഈ ആണിയിൽ നിന്ന് തൊട്ടടുത്ത ആണിയിലേക്ക് ചുറ്റാതെ ദൂരെയുള്ള ആണിയിലേക്ക് വേണം ചുറ്റാൻ. അപ്പോൾ ഇവിടെ നേരെ 1ാമത്തെ ആണിയിൽ നിന്ന് 1ാമത്തെ ആണിയിലേക്ക് ചുറ്റി, ദെൻ 2ാമത്തെ ആണിയിൽ നിന്ന് ഇവിടെ 2ാമത്തെ ആണിയിലേക്ക് ചുറ്റുകയാണ് വേണ്ടത്. ദെൻ 3ാമത്തെ ആണിയിൽ നിന്ന് അടുത്ത 3ാമത്തെ ആണിയിലേക്ക്, ഇങ്ങനെ 4ാമത്തെ ആണിയിൽ നിന്ന് 4ാമത്തെ ആണിയിലേക്ക്, ഈ ക്രമത്തിൽ ഈ 15 ആണികളിൽ നിന്നും ചുറ്റണം. അപ്പോൾ ഈ ആണികളിൽ നിന്ന് ഈ ഭാഗത്തുള്ള ആണികളിലേക്ക് ചുറ്റി. ഇനി ഇങ്ങോട്ടാണ് ചുറ്റുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ആണിയിൽ നിന്ന് തൊട്ടടുത്ത ആണിയിലേക്കല്ലാതെ അല്പം ദൂരമുള്ള ആണിയിലേക്കാണ് ചുറ്റി തുടങ്ങേണ്ടത്. അപ്പോൾ ഇവിടുന്ന് 1ാമത്തെ ആണിയിൽ നിന്ന് 1ാമത്തെ ആണിയിലേക്ക് ചുറ്റി, 2ാമത്തെ ആണിയിൽ നിന്ന് 2ാമത്തെ ആണിയിലേക്ക്, ഈ ക്രമത്തിൽ ഈ ഭാഗവും ചുറ്റി കംപ്ലീറ്റ് ആക്കുക. ഇനി അടുത്തത് നമുക്ക് ഈ ഭാഗത്തേക്ക് ചുറ്റാം. അപ്പോൾ ഇവിടുന്ന് ഈ ആണിയിലേക്കല്ല, ഇതുപോലെയുള്ള ആണിയിലേക്കാണ് ചുറ്റി തുടങ്ങേണ്ടത്. 1ാമത്തെ ആണിയിൽ നിന്ന് 1ാമത്തെ ആണിയിലേക്ക്, 2ാമത്തെ ആണിയിൽ നിന്ന് 2ാമത്തെ ആണിയിലേക്ക്, അതേപോലെ 3ാമത്തെ ആണിയിൽ നിന്ന് 3ാമത്തതിലേക്ക്, ഇങ്ങനെ ചുറ്റ് എല്ലാ ആണിയിൽ നിന്നും ചുറ്റി കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ ഇവിടെ 3ാമത്തെ ഭാഗം ചുറ്റിക്കഴിഞ്ഞ് ഇനി അടുത്ത ഭാഗത്തേക്ക് 1ാമത്തെ ആണിയിൽ നിന്ന് 1ാമത്തെ ആണിയിലേക്ക്,
രണ്ടാമത്തെ ആണിയിൽ നിന്ന് ഈ ക്രമത്തിൽ ഈ ഭാഗവും ചുറ്റി കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ നമ്മൾ ഒരു കളർ നൂല് ഉപയോഗിച്ചുള്ള ചുറ്റൽ കഴിഞ്ഞു. ഇനി ഇത് ഇവിടെ നൂല് അറ്റിച്ചെടുത്ത് ഇവിടെ കെട്ടിവെക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ കളർ നൂലെടുത്തിട്ട് ഇതിലേതെങ്കിലും ഒരു വശത്തിൻ്റെ ഒരു എൻഡിലുള്ള ആണിയിൽ കെട്ടുന്നു. തുടർന്ന് തൊട്ടടുത്ത ഭാഗത്തേക്ക് ചുറ്റാൻ തുടങ്ങുന്ന ഒന്നാമത്തെ ആണിയിൽ നിന്ന് ഒന്നാമത്തെ ആണിയിലേക്ക്, രണ്ടാമത്തെ ആണിയിൽ നിന്ന് രണ്ടാമത്തെ ആണിയിലേക്ക്, ഇങ്ങനെ മൂന്നിൽ നിന്ന് മൂന്നിലേക്ക്, നാലിൽ നിന്ന് നാലിലേക്ക്, ഇങ്ങനെ ഈ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ചുറ്റുന്നു. ഇപ്പോൾ ഇവിടെ ചുറ്റി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആണിയിൽ ഇത് കെട്ടിവെക്കാം. ഇനി വീണ്ടും ഇതേപോലെ തന്നെ ഒരു ആണിയിൽ ചുറ്റി ഇവിടെ നിന്ന് നമുക്ക് ഈ ആണിയിലേക്ക് ചുറ്റാം. വീണ്ടും രണ്ടാമത്തെ ആണിയിൽ നിന്ന് രണ്ടാമത്തെ ആണിയിലേക്ക്, മൂന്നാമത്തെ ആണിയിൽ നിന്ന് മൂന്നാമത്തെ ആണിയിലേക്ക് ഈ ക്രമത്തിൽ ചുറ്റി കംപ്ലീറ്റ് ആക്കുന്നു. ഇവിടെ ചുറ്റി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നൂല് മുറിച്ച് ഇവിടെ നമുക്ക് കെട്ടിവെക്കാം. അപ്പോൾ ഈ രീതിയിൽ ഉള്ള ത്രെഡ് പാറ്റേണുകളും അതുപോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസിലെ മറ്റ് ഇനങ്ങളും ഗണിതവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളും കാണുന്നതിന് വേണ്ടി നമ്മുടെ ഈ ഗണിതമിത്രം ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.